ഹനീഫ ഞാൻ പറഞ്ഞത് ഇത് കേട്ടോ, അതാണ് എനിക്ക് നല്ലത്. എന്താ ആചാര്യം നിങ്ങൾ പറയേണ്ടത്? ഒരു നിക്കക്കള്ളില്ലാതെ അങ്ങോട്ട് വന്ന മനുഷ്യനാണ് അയാള്. പച്ച പാവാണ് ആ ബീരാനെ. ഒരു പാവമല്ല, അയാളെ നാട്ടിലെ ചെറുക്കം ദുൽമ് കാട്ടിയിട്ട് ആ നാട്ടേര് കെട്ടിച്ചതാണോ അല്ലെ? അതുമല്ല, ആ കൊടകലെ മയലിന്ന് ഓലെ പുറത്താക്കിയതാണെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. എല്ലാ വണ്ടിയും വലിയും വണ്ടി നമ്മളെ നാട്ടിലാണല്ലോ, അതിന് ഒത്താശ ചെയ്ത് കൊടുക്കാൻ അന്നെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ആചാരെ, ഞാൻ ഒത്താശ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഇന്റെ ഒരു പഴയ വീട് അവിടെ ഒഴിഞ്ഞു കിടക്കായിരുന്നു. അത് വാടകക്ക് തരുമെന്ന് അറ്റങ്ങൾ ചോദിച്ചു. ഞാനത് 5000 ഉറുപ്പ്യക്ക് അറ്റങ്ങൾക്ക് കൊടുത്തും ചെയ്തു. മാസം മാസം അറ്റങ്ങൾ 5000 ഉറുപ്പ്യ തെറ്റാതെ എനിക്ക് തരണുണ്ട്. 5000 ഉരുവക്കാപ്പ ഞാൻ വലിയൊരു പേരെ കൊടുത്തിട്ടുണ്ടത്. അന്നൊക്കെ തമ്മോച്ചും വേണം. 10000 ഉറുപ്പ്യക്ക് വേണം എന്റെ അടുത്തുള്ള ആൾക്കാർ ഇഷ്ടമായി. 10000 വാടക കിട്ടുമെന്ന് എനിക്കറിയത്. ഞാൻ അറ്റങ്ങൾക്ക് കൊടുത്തത് എന്തിനാണെന്നറിയോ? ഇന്റെ വീട് കേടൊന്ന് പോവാതെ അത് തുടച്ചു വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി കൊടുത്താണ് ഞാൻ. അതേമാതിരി അറ്റങ്ങളെ നല്ല മട്ടത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്ക് അതിമൊന്ന് കിട്ടിയിട്ടൊന്നും വേണ്ട പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ജീവിക്കാന്. ഇത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഓല ഇന്ന് ഇറക്കിക്കോ, അല്ലെങ്കിൽ ഇമ്മറാജിനെങ്കിൽ രണ്ടാമത് ഒന്നിട്ട് വെട്ടാൻ നിൽക്കണ്ട. നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്, അത് നഷ്ടപ്പെടുത്തണ്ട. അല്ല കുഞ്ഞോനെ, ഇജിപ്പൊ എന്നെ ഒറ്റക്ക് കഴിക്കാണ്ട് പോവാ. ഇനി കിട്ടുന്ന അടി മുഴുവൻ ഞാൻ ഒറ്റക്ക് കൊള്ളണ്ടേ? ഓൽക്കുള്ളതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇജ് പോവല്ലേ? തിരിച്ചു കൊടുക്കുന്നത് പോയിട്ട് തിരിഞ്ഞു നടക്കാൻ പറ്റുക. ഇജ് സ്വന്തമാണ് കൊടുത്തൂടെ? ഞാൻ എന്നെ വിളിച്ചാഞ്ഞിട്ടല്ലോ. ഇജ് ബോധം കെട്ടിക്കാണ്ട് കെടുക്കല്ലേനാ. എന്നോട് പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ട് കജ്ജനന്മാരെ അടിച്ചാൽ മതിന്ന്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുക്കൂറെ. ഓലിനെ അടിച്ച് പഞ്ചറാക്കി. ഡോക്ടർ പറഞ്ഞിട്ട് മേത്തൊരു ഇഞ്ച് സ്ഥലം അടിയുള്ളാത്തില്ലാന്നാണ്. ഞാൻ ഇനിയിപ്പോ ഇവിടെ നിന്നാ പറ്റൂല. എന്റെ ഒരു അമ്മോകാക്കുണ്ട് കൊടകില് വീരാജുപേട്ടയില്. മൂപ്പര് കുരുക്കളാണ്. മൂപ്പരടുത്തേക്ക് പോവാണ് ഞാൻ. തടിയൊക്കെ ഒന്ന് ഉസാറാട്ടെ. അമ്മോന്റെ അലമാര കുത്തി തുറന്നുകൊണ്ട് പൈസ എടുത്തുകൊണ്ട് മുങ്ങിയാലോ അവിടുന്ന്. ഇനി എങ്ങനെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? അതൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ടാവും. കൊടകിലാണെങ്കിലേ കുറെ ആൾക്കാർക്ക് നമ്മളെ പേടിണ്ടായിരുന്നു. ഇവിടെ നമ്മളാരും പേടിച്ചിട്ടില്ലടാ. ആ സാറുപ്പ പറഞ്ഞ ചെറിയ ചക്കരം കൂടി എന്റെ കല്ലെടുത്ത് എറിയും. ഏതായാലും ഇജ്ജ് പൊയ്ക്കോ, ഞാൻ പോരുന്നില്ല. പിന്നെ ഞാൻ അന്നെ ഈ പരുവത്തിലാക്കിയ ആൾക്കാരൊന്ന് കാണുന്നുണ്ട്. 2 ഓൽക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. ഏതായാലേ എനിക്ക് ആവശ്യമുണ്ടെങ്കിലേ നമുക്ക് കാണാം. ഇതിന്റെ റൂട്ട് ബുക്ക് ഒന്ന് ആക്കിക്കൊണ്ട. ഏതെങ്കിലും ഓട്ടോസ് കിട്ടുകയാണെങ്കിൽ കജ്ജാട്ടേന്ന്. എവിടെയും തൊടാൻ പറ്റാ കാലോണ്ട് ഞാൻ പോട്ടെട്ടാ. പോവാടാ. ഞാൻ പോട്ടെ. 2 ദിവസം ആയില്ലപ്പോ. മാനു, എനിക്ക് 4 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരടാ. ഞാനും പറഞ്ഞു അവനോട്, അത് ഓൻ പറഞ്ഞാ കേക്കണ്ടേ. എനിക്ക് നിക്കാൻ പൂതില്ലായിട്ടല്ലോ അളിയാങ്ക. ആ സൈനപ്പ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും. അതിന് പോള് മാത്രമേ ഉള്ളൂ മാനു. അപ്പൊ അവിടെ കുട്ടികളും ഇല്ല ഇപ്പൊ സഹായത്തിനൊക്കെ. കുട്ടികളൊന്നും അതിന് കിട്ടൂല. ഓർക്ക് ഓല ചുറ്റുപാടന്നെ ഉണ്ടാവും. കാക്ക അങ്ങോടെ ഇപ്പൊ ഇവനനുസരിച്ച് പെരീക്കണ് വരാൻ പറഞ്ഞോ? ഞാൻ വരാന്ന് പനോട് പറഞ്ഞാണ്ടിടാ. എന്നായിക്കോട്ടെ, ഞാൻ പണ്ട് പറയാം. ഏതാപ്പാ വന്ന കുട്ടി? നമ്മളെ ഈ പെരന്റെ മുതലാളിന്റെ 2ാമത്തെ മോനാണ്. എന്തേലൊക്കെ ഒരു ആവശ്യം ഉണ്ടോ അതിന് പറഞ്ഞയച്ചതേ കാരണം. ഇന്ന് ഞാൻ വർത്താനം പറഞ്ഞു നിൽക്കല്ല, ഞാൻ പോട്ടെ. എപ്പോഴാ ഞാൻ എത്താണാവോ? ബസ്സൊക്കെ കിട്ടി. ഞാൻ വിളിച്ചണ്ട്. എടാ കുഞ്ഞാമ ചെറ്റേ, 5 ആൾക്കാരെ കൂടി കൂടിക്കാണ്ടേ ഇന്റെ കൂട്ടുകാരൻ എന്നാ തച്ച് ചതച്ചവിടെ മൂലക്കെട്ടക്കണു. അതിന് ഞാൻ പ്രതികാരം ചെയ്യും. ആ എനക്കും കൂട്ടുണ്ടേക്കന്ന്. എടാ കുതിരെ, ആരെ ജീ നെട്ടിച്ചിട്ടുണ്ട്? അന്നിലേറെ വലിയ കൊലക്കൊമ്പന്മാരെ കണ്ടു നടക്കണോനാ ഞാൻ. ജി എവിടുന്നെങ്കിലും പണിത് ഇവിടെ വലിയ ആളാണെന്ന് നോക്കിയ മര്യാദക്ക് നടന്നോണ്ടി. ആ ഫൈസൽ ഉമ്മറാജിന്റെ വാക്ക് കേട്ടുകാരാണ് ഞങ്ങളെ നേർക്ക് വരേണ്ടത്. അയാളെ ഞാൻ വേറെ കാണുന്നുണ്ട്. ഇജും ഓന്റെ ഒരു സിംഗിളല്ലേ ഉമ്മറാജിന്റെ? അനക്കുള്ളതും ഞാൻ വേറെ തരുന്നുണ്ട്. മല ചുട്ടിട്ട് വെള്ളൂറായിട്ടില്ല, എന്നിട്ടാ 2 അടി ഇത് പോരാ ചേലക്കാരെ അവിടുന്ന്. അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബീരാങ്ക, ഇങ്ങോട്ട് കേറിക്കോളി. ഞാനൊരു മരിപ്പുണ്ട്, ആണ്ട് പോകാൻ വേണ്ടിട്ടുണ്ട് ഇറങ്ങിയിരുന്നു. ഞാൻ കേറുന്നില്ല. നിങ്ങൾ കുട്ടീനെ പെരേക്ക് പറഞ്ഞയച്ചിന്ന് ഒന്ന് വരാൻ പറഞ്ഞാണ്ട് അതറിയാൻ വേണ്ടി പോന്നതാണ്.
കുട്ടിനെ പറഞ്ഞയച്ചുകാണ്ടേ നിങ്ങളാണ് വിളിപ്പിച്ചുകാണ്ടേ എങ്ങനെ ഞാൻ ഇപ്പം നിങ്ങളോട് ഇത് പറയാന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ. എന്താണ് നിങ്ങൾ എന്നോട് പറഞ്ഞോളി. എന്റെ സുക്കൂറേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്തോ? എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആ പെര നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നിട്ട് ഇപ്പോൾ 2-3 വർഷമായില്ലേ. നിങ്ങളൊന്നും മാറി തരണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഇപ്പോൾ. നിങ്ങളെന്തിപ്പോൾ പെട്ടെന്ന് ഇപ്പം അങ്ങനെ പറഞ്ഞു? ഞങ്ങൾ നിങ്ങളെ പെരന്നൊന്നും കേടെടുത്തിട്ടൊന്നും ഇല്ലല്ലോ. എൻ്റെ പെരൻ്റെ മാതിരി തന്നെ ഞാനത് നോക്കി കൊണ്ടുവന്നിട്ടുണ്ടത്. പിന്നെ വാടക ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും കൂടുന്നും തരലുണ്ട്. ബീരാങ്ക, നിങ്ങളോടും നിങ്ങളെ കുടുംബത്തിനോടും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളും നിങ്ങളെ കുടുംബം ഇവിടെ നിൽക്കുന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. ഇജ് വീട് കൊടുത്തിട്ടല്ലേ അനീഫ അവരിവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരാൾക്കാരും വീട് കൊടുക്കില്ല. അതുകൊണ്ട് ഇവരെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് എന്തായാലും ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ബീരാങ്കാനെ ഞങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിങ്ങൾ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ചെറിയൊരു സാവകാശേ ഞങ്ങൾക്ക് തരണം. സാവകാശം എന്നുള്ളൊരു കാര്യങ്ങൾ എന്നോട് പറയല്ലേ ദയവ് വിചാരിച്ച്. നിങ്ങളെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഇമ്മറാജ് ഇവിടെ നമ്മളൊരു ബന്ധുപാട്ടുകാരനാണ്. മൂപ്പരൊക്കെ തീരുമാനിക്കുന്ന കാര്യമാണ് ഇവിടെ നാട്ടിൽ നടക്കേണ്ടത്. അതുകൊണ്ട് എനിക്കിത് ചെയ്യല്ലാതെ ഒരു നിവൃത്തിയില്ല. നിങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് മാറി തരണം. നിങ്ങളെന്നാ ഒഴിഞ്ഞു തരാം. ഞങ്ങൾക്ക് ഏതായാലും ഇപ്പോൾ ഈ നാട്ടിൽ ഇനിയിപ്പോൾ ഒരു പെര കിട്ടുന്നുണ്ട് പ്രയാസമാണ്. വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കേണ്ടി വരും. എടി ഇന്ന് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് 2:30-3 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തും. ആയിക്കോട്ടെ കേട്ടോ. പൊന്നുവാ ഏടി എന്താ അമ്മ ഇങ്ങനെ വിളിക്കുന്നു? ഞാൻ പഠിക്കായിരുന്നു. അമ്മേന്റെ കുട്ടി ആകെ ഒക്കെ ഒന്ന് അടിച്ചോരി തുടക്കിട്ടോ. എനിക്ക് ഇവിടെ വേറെ പണിയുണ്ടേ. അമ്മയ്ക്ക് കൊറേ എഴുതാണ്ട്. ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്. വയ്യ. എപ്പോഴെങ്കിലും നിങ്ങളോടൊക്കെ ഒരു പണി പറയുള്ളൂ. അപ്പൊ അതിനും നിങ്ങൾക്ക് വയ്ക്കൂല. ഇതിന്റെ ഉള്ളിലുള്ള പണി മുഴുവനും ഞാൻ എടുക്കണം. പിന്നെ ആണെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് അവിടത്തെയും കഴിയണം. ബിന്ദുവാ ബിന്ദുവാ ആ എന്താ ഇവിടെ ഒരു ഒച്ചപ്പാടിങ്ങനെ? ഞാൻ ഈ പെണ്ണിനോട് ഒരു കാര്യം പറഞ്ഞതാ. ആ പെണ്ണ് പറഞ്ഞാൽ കേൾക്കണില്ലേ, അതിന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. ഓള് ചെറിയ കുട്ടിയല്ലേ. ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു പണി പറഞ്ഞാൽ കേൾക്കൂല. നിങ്ങൾ ആങ്ങളെ വന്ന് 2 ദിവസം നിന്ന് പോയില്ലേ? കുറച്ചു ദിവസം നിർത്തിക്കൂടേന്നൊന്ന് കൊടുക്കുന്നൊക്കെ വന്നതല്ലേ? ഓൻ ഇവിടെ നിൽക്കാനൊന്നും ഒഴിവില്ല. അവിടെ തോട്ടത്തിൽ പണിക്കാരുണ്ടാവേ. അപ്പൊ ഓന് നോക്കാനില്ല, ഞാൻ ശരിയാവൂല. പിന്നെ ഞാൻ വന്നതേ എന്റെ പാലും പൈസ എത്രയാ? നിങ്ങൾ പാല് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് 1 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. 1 മാസം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ പൈസ തരില്ലേ? ഇപ്പൊ തന്നെ എന്താ അർജന്റായിട്ട് ചോദിക്കണേ? എടി ഞങ്ങൾ ഈ പെര ഒഴിവാക്കിക്കാണ്ട് ഇവിടുന്ന് പോവാണ്. എന്താ നിങ്ങൾ പെട്ടെന്ന് വീടൊക്കെ ഒഴിവാക്കി പോണു? എന്താ പ്രശ്നം? ഈ പെരന്റെ ഉടമയെ ഞങ്ങളോട് ഇവിടുന്ന് ഒഴിഞ്ഞു തരാൻ പറഞ്ഞിക്കണു. എന്താ അയാള് പെട്ടെന്ന് ഒഴിവാക്കാൻ പറയണേ? നമ്മള് എഗ്രിമെന്റ് ഒക്കെ എഴുതൂലേ? എന്നിട്ടല്ലേ വാടകയ്ക്ക് കയറുള്ളൂ ആദ്യം തന്നെ? അതൊക്കെ അങ്ങനെ തന്നെയാണ്. എന്റെ ഈ സുക്കൂറിന്റെ കള്ളുടിയന്റെ ഈ നാട്ടുകാർക്ക് മുഴുവൻ ശല്യാണെന്ന് പറഞ്ഞിക്കാണ്ട് ആരൊക്കെ ചെന്നിക്കാണ്ട് അയാളോട് പറഞ്ഞിക്കണു. എന്നിട്ട് അങ്ങനെ അയാൾ ഒയ്യാൻ പറഞ്ഞതാണ് ഞങ്ങളോട്. നിങ്ങളെ ശുക്കൂർ കള്ളുടിക്കണ്ട് വെച്ചിട്ട് ഓനായിക്കൂടെ അങ്ങനെ പോവാന്നല്ല. കണ്ടാ ഒന്ന് ചെറിക്കും. ഇപ്പൊ 2-3 കൊല്ലായില്ല നിങ്ങൾ ഇവിടെ വന്നിട്ട്. ഞങ്ങൾക്ക് അവനെ കൊണ്ട് ഒരു ശല്യമില്ല. ആരാണ് ആ നോണയൊക്കെ പോയി പറഞ്ഞു കൊടുക്കണേ? അതെ, ആ KK തൽക്കളൊരു ഉമ്മറാജി പറഞ്ഞ ഒരാളാണ്. അയാളാണ് ആ നോണയൊക്കെ ചെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ലക്ഷണം കെട്ട തന്തയാണെങ്കിൽ അതും അതിലപ്പുറമൊക്കെ പറഞ്ഞു കൊടുക്കും. അതിന് പൈസ ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ട് എപ്പോഴും. എന്നാലും നിങ്ങൾ ഇവിടുന്ന് പോവുക പറയുമ്പോ ഒരു വിഷമം തന്നെ ഉണ്ട് താത്ത. അന്നെ കൊല്ലാനാണ് ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. ഈ ജീവനുണ്ടല്ലോ ഞങ്ങൾ തന്ന ഔദാര്യാണ് ഇപ്പൊ എനിക്ക്. ഈ നാട് വിട്ട് പോണജ് നാളെ അന്നെ ഇവിടെ കാണരുത്. വലൈക്കും സലാം. നിങ്ങളുടെ കേറിയിരുന്നോ? ഞാൻ ഇരിക്കല്ല, പോവാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതെന്തിയപ്പോ ഇതൊരു വെപ്രാളത്തിലാണല്ലോ. നമ്മളെ സുക്കൂറിനെ ആ അമ്മറാജിനൊപ്പം നടക്കൂല. ആ തടി മണ്ണൊക്കെയുള്ള 2-3 ചെക്കന്മാരുണ്ടല്ലോ, ഒരു ബോഡി ഗാർഡായിട്ട് നടക്കണേ. ഓരൊക്കെ പള്ളടച്ച് തച്ച് ഓനെ വീണ് കിടന്നു. ഞാൻ പോരുമ്പോ കണ്ടു. ഞാൻ പോയി നോക്കി. ഓരേറ്റ് നമ്മൾ മല്ലി കിട്ടാൻ പറ്റില്ല. പിന്നെ ഞാൻ ചെന്ന് നോക്കി. ഒരു പോയി അപ്പം നീച്ച് പോയിക്കണു. എന്നടാ എന്റെ കുട്ടിക്ക് എന്താ പറ്റിക്കണെന്ന് വെച്ചാൽ അറിഞ്ഞോ? പറ്റാ പോലെ എല്ലാം പറ്റിയിട്ടുണ്ടാവും. കാരണം ഓരോ ആചാരി ചതക്കല് ചാച്ചിടണം. ആ തരിപ്പിന്റെ മോളം ചിലപ്പോ നീച്ച് പോയിട്ടുണ്ടാവും.
പിന്നെ ഇപ്പൊ വിവരിച്ച് കിട്ടിയിട്ടില്ല, ആസ്പത്രിയിൽ പോയോ അത് എവിടേക്ക് പോയി എന്നുള്ളത്. എൻ്റെ കുട്ടീനെ കൊണ്ട് ഞാൻ സത്യത്തിൽ കുറേ ഇടങ്ങാറായിക്കും. ഓനെ ആലോചിച്ച് ഞാൻ നൊലോളിച്ചാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ അങ്ങനെ നൊലോളിച്ചിട്ടില്ല. അവിടെ ആയിരുന്നു സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ഇവിടെ വന്നാലേ എന്തെങ്കിലും ഒരു മാറ്റം വരും ഞാൻ വിചാരിച്ചിരുന്നു. ഇവിടെ വന്നിട്ടും ഓൻ്റെ സ്ഥിതി ആ പോക്ക് തന്നെയാണ്. എന്താ പിന്നെ ഞാൻ കാട്ടുവാൻ മുട്ടി? എന്താ പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഞാൻ ചോദിച്ചിട്ട് നിങ്ങളൊന്നും കരുതരുത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ 2-3 കൊല്ലായി എൻ്റെ അറിവിൽ വന്നിട്ട്. ഈ കണ്ട കാലമായിട്ട് നിങ്ങളൊരു മനുഷ്യനോട് ഒരു മോശപ്പെട്ട പെരുമാറ്റത്തിലോ നിങ്ങളിപ്പോ വളർത്തിയില്ലോ ആർക്കും ഒരു തെറ്റഭിപ്രായം പറയാനില്ല. അപ്പൊ ഇങ്ങനൊരു മോൻ എന്തെങ്കിലും ഒരു കാര്യമായി എന്തോ ഒരു ഓന് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അത് എന്താണ് സംഗതി എന്നുള്ളത് എനിക്കും, ഞാൻ ഓരോ ഒരിക്കലും അങ്ങനെ ബന്ധപ്പെട്ടപ്പോ ഇപ്പൊ എടാ അങ്ങനെയൊക്കെ നടക്കുക പള്ളിയിലൊക്കെ വരുന്ന മനുഷ്യനല്ലേ ഇപ്പൊക്കെ മോശത്തേരെന്നൊക്കെ പറയുമ്പോ കാര്യം കുറച്ച് തുപ്പ, ബാപ്പാനെ ചീത്ത അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് കാണും. എന്തൊക്കെ കാരണം എനിക്കറിയാം. അത് പറയുകയാണെങ്കിൽ കുറെ പറയാണ്ട്. ഓൻ എൻ്റെ മോനല്ല മൈമുട്ടിയെ. വളച്ചറപ്പ് എത്ര ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് മൈമുട്ടിയെ. ഞാനും മൈസൂരിലൊരു ഹോട്ടലിൽ ഭണ്ടാരിപ്പണി എടുക്കുകയായിരുന്നു. അവിടുത്തെ മുതലാളിൻ്റെ പെണ്ണുങ്ങളായിരുന്നു നബീസു. ഞാൻ അങ്ങനെ അവിടുന്ന് ഓളെ കണ്ടുകാണ്ട് ഇഷ്ടപ്പെട്ടുകാണ്ട് ഓൾ എൻ്റെ ഒപ്പം പോരുകയായി ചെയ്തത്. ഞങ്ങൾ അവിടുന്ന് പോരാൻ നിൽക്കുമ്പോൾ ഓൾ എന്നോട് പറഞ്ഞു കുട്ടീനെ എൻ്റെ ഒപ്പം കൂട്ടണമെന്ന്. ആ കുട്ടിയാണ് നമ്മളെ സുക്കൂർ. അല്ല മനുഷ്യ, അപ്പൊ ഈ സുക്കൂറിന്റെ ബാപ്പ ഉണ്ടോ? സുക്കൂറിന്റെ ബാപ്പി ഈ നബീസുമായിട്ട് നല്ല സ്നേഹത്തെ കഴിച്ചിരുന്നു. ഓൾക്ക് കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടായതാണ് ഈ സുക്കൂർ പറഞ്ഞൊരു മോന്. ഞാനും ഓളം അവിടെ നിന്ന് കൊടുന്നതിന് ശേഷം ഈ ചെങ്ങായി നെഞ്ഞു പൊട്ടി മരിച്ചതാണ്. വല്ലാത്തൊരു മോശത്തരാണ് നിങ്ങൾ ചെയ്തത്. ആ കുട്ടിനെ ആ തന്ത നിങ്ങൾ പിരിച്ചില്ല. ഞാൻ എൻ്റെ അന്നത്തെ ആ ചോരത്തളപ്പിന് ചെയ്തതാണ് ഇതൊക്കെ. ഞങ്ങൾ അവിടുന്ന് പോരുന്ന കാലത്ത് നമ്മളെ സുക്കൂറിന് 10 വയസ്സാണ്. നല്ലോണം പഠിച്ചിരുന്ന നല്ലൊരു കുട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് കൊടകിൽ മടക്കേരി പറഞ്ഞ സ്ഥലത്തേക്കാണ്. പിന്നെ അവിടെ ഞങ്ങൾ കുറേ കാലം താമസിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിക്കാണ്ട് ഒരു ചായ കച്ചവടം തുടങ്ങി. ഇവനെ സ്കൂൾക്കും മദ്രസക്കും ഒക്കെ പോയൊക്കെ ചെയ്തു. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ സ്വഭാവത്തിലൊക്കെ ഓരോ മാറ്റങ്ങളൊക്കെ വരൽ തുടങ്ങി. ചെറുതായിട്ട് മോന്തലും ആരാൻ്റെ മുതൽ കട്ടെടുക്കുക ഇങ്ങനത്തെ ഒക്കെ ഓരോരോ ദുശീലങ്ങൾ തുടങ്ങി. അവിടുത്തെ ആൾക്കാർക്ക് ഞങ്ങളൊരു ശല്യമായി തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ അവിടെ 5 സെന്റ് സ്ഥലം ഒരു ഇരിക്കക്കൂലി ഉണ്ടായി. അത് വിറ്റ് കളിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വന്നാലേ എൻ്റെ മോൻ നന്നാവെന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ വന്നിട്ട് ഓൻ്റെ ദുശീലങ്ങൾ കൂടിക്കാണ്. ഇപ്പൊ അത് അനീഫപ്പ വിളിച്ചുകാണ്ട് എന്നോട് പറഞ്ഞു ഈ പെരി നിങ്ങൾ ഇറങ്ങിക്കോടി, ഇവിടെ ഉള്ള നാട്ടിലേക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഇവിടുന്ന് ഞങ്ങൾ എവിടുക്ക പോവാന്നാവും. അനീഫ് ഓന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഇങ്ങനെ പറയാൻ സാധ്യതയില്ല. അത് ആരെങ്കിലും അവിടെ മൂട്ട് കൂടിക്കാണ്ടേ പഠിച്ചതാണ് ഈ കാര്യം. പിന്നെ നിങ്ങളെടുത്ത് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്താ അറിയും, ഞാൻ നിങ്ങൾക്കൊരു ഉറുതി എല്ലി തരികയല്ല. ആ കുട്ടി 10 വയസ്സാണ് നിങ്ങളവിടെ കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ശരിക്കും ഓൻ്റെ ഉപ്പ ഓൻ്റെ ഉമ്മ ആ ഒരു ജീവിതമാണ് ഓൻ കണ്ടിരുന്നത്. ഏയ് ആ പഠനവും കാര്യവും ആ ചുറ്റുപാടൊക്കെ നല്ല ഇണങ്ങി ചേർന്നാണ്. ഇതൊരു പെട്ടെന്നൊരു മാറ്റം വരികയാണ്. പുതിയൊരു വാപ്പയും പുതിയ ലോകമാണോ കാണേണ്ടത്. അതിനുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവില്ല. ആ പ്രതിഷേധമാണ് ഓനെ നിങ്ങൾക്ക് എതിരായി തിരിയാനും ഈ ദുശ്ശീലമൊക്കെ തുടങ്ങാൻ കാരണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചെറിയ കുട്ടികളെ മനസ്സിൽ പോയിഞ്ഞാലേ അത് പോകാൻ വലിയ പണിയാണ്. പണ്ട് ഇവിടെ കല്ലാച്ചി ഭാഗത്ത് ഒരു കുടുംബത്തെ 5 ആളെ കൊന്നു. ഒരു അമീത് എന്നൊരാള്. എന്താ കാരണം എന്താ പറയുക, നിസാര സംഗതി വാസി പിടിച്ചു ലഹരിക്കടിമായിട്ട്. കാരണം എപ്പോഴും കുടുംബത്തിൽ നിന്ന് പ്രതിഷേധമായ സമീപനാണ് ആ കുട്ടി കിട്ടിയിരുന്നത്. ആ 5 ആളെ മരണത്തിനൊക്കെ എന്നതുമാതിരി കുട്ടികൾ ഇങ്ങനൊക്കെ വഴി തിരിഞ്ഞ് പോകാനുള്ള പ്രധാന കാരണം നമ്മളെടുത്ത് വരുന്ന ചില പാട്ടുകളാണ്. ഞാൻ ശരിക്കും തോറ്റു. പഠിച്ചോൻ തന്നെ ഒരു ശിക്ഷയാണ് എനിക്ക്. ഞാൻ ഓനെ എൻ്റെ മോനെ പോലെ തന്നെയാണ് ഞാൻ വളർത്തിക്കേണ്ടത്. വേറെ ഒരാളെ മോനാണെന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. എല്ലാം ചെയ്തു കൊടുത്തപ്പോൾ ഞാൻ, എന്നാലും ഓൻ എന്നെ ഒരു ബാപ്പാന്നുള്ള രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ തേനും പാടൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഓന്റെ മനസ്സിൽ നിങ്ങൾ വളർത്തുവാപ്പയാണ്, രക്തബന്ധമല്ലോ. ആ രക്തബന്ധം ഇല്ലാത്തോളം കാലം ഓൻ നിങ്ങൾ അന്യം തന്നെയാണ്. ആ ഒരു പ്രയാസമാണ് ഓന്റെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ കാണുന്നത്. പൊന്നാര മക്കളെ, 3 വീഡിയോ നമ്മൾ ചെയ്തു. ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരെ പറ്റിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ പരാതി പറഞ്ഞു
ഇങ്ങനത്തെ വീഡിയോകളൊന്നും ചെയ്യരുത് എന്ന്. ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട കുറേ കുട്ടികളുണ്ട്. മാതാപിതാക്കളെയും നാട്ടുകാരും വീട്ടുകാരും വെറുപ്പിച്ച് നടക്കണം. ഇങ്ങനൊന്നും നമ്മളെ സമൂഹത്തിൽ ആരും ഉണ്ടാവരുത്, ആരും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.